മഴക്കാലത്ത് കഴിക്കേണ്ട പ്രധാനപ്പെട്ട ജ്യൂസുകളിൽ ഒന്നാണ് പേരയ്ക്ക ജ്യൂസ്. ഈ പേരയ്ക്ക ജ്യൂസ് വളരെ നല്ലതാണ്, ഹെൽത്തിയാണ്, ശരീരത്തിന് വളരെ എനർജറ്റിക്കും കിട്ടും. അതുമാത്രമല്ല മഴക്കാലത്ത് ഒരുപാട് നമുക്ക് നാടൻ പേരയ്ക്കകളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഈ നാടൻ പേരയ്ക്ക എല്ലാവർക്കും അങ്ങനെ ഈ മഴക്കാലത്ത് പേരയ്ക്ക തിന്നാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ജ്യൂസ് അടിച്ച് കഴിക്കുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് വീട്ടിൽ വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ നല്ല ടേസ്റ്റായിട്ട് അവർ കഴിച്ചോളും. എന്താണെങ്കിലും നമുക്കിന്ന് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ നാടൻ പേരയ്ക്ക, നല്ല ടേസ്റ്റുള്ള നാടൻ പേരയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, 5 പേരൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അതിൽ 4 ഞാനിന്ന് ജ്യൂസ് അടിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ജ്യൂസ് അടിക്കുന്നത് നോക്കിയാണ്. ഇത് നന്നായിട്ട് കഴുകി നല്ല ടേസ്റ്റിയാണ്. അതിൻ്റെ മുകളിലുള്ള സ്കിന്നൊക്കെ ചെറുതായിട്ടൊന്ന് പോക്കിയിട്ടേയുള്ളൂ. അത് ഈ റോസ് കളർ ആയതുകൊണ്ട് ശരിക്കും പോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാനത് കുനുകുനാന്ന് പറഞ്ഞിട്ട് മുറിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയതല്ല, അതുകൊണ്ട് പൈസയൊന്നും കൊടുത്ത് മേടിക്കണ്ടല്ലോ. അതുകൊണ്ട് ഔഷധങ്ങളുടെ കലവറയാണ് ഏറ്റവും ചിലവ് കുറഞ്ഞൊരു ജ്യൂസാണ് പേരയ്ക്ക ജ്യൂസ് എന്ന് പറയുന്നത്. ഇതിലെല്ലാം ഉണ്ടല്ലോ, വൈറ്റമിൻ സിയും കാൽസ്യവും പൊട്ടാസ്യവും ഒക്കെ ചർമ്മത്തിനും മുടിക്കും ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കും. പക്ഷേ ഇത് പച്ചയോട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇന്ന് നമുക്ക് ജ്യൂസ് അടിക്കാം. കാരണം പേരയ്ക്ക ഈ ഒരു സീസൺ ആയതുകൊണ്ട് പേരയ്ക്ക, പച്ചപ്പേരയ്ക്ക, ഈ മരമുള്ള പേരയ്ക്കൊക്കെ പഴുത്തൊക്കെ കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എല്ലാവരും. അതുകൊണ്ട് എന്താണെങ്കിലും ജ്യൂസ് അടിക്കാൻ തന്നെ തീരുപ്പിച്ചു. എന്തായാലും നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി ജ്യൂസ് അടിക്കാം. നല്ല കഷ്ണങ്ങളാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ 2 ടൈപ്പ് ജ്യൂസ് നമുക്ക് അടിക്കാം. ഇന്ന് കണ്ടില്ലേ, 4 പേരയ്ക്ക എടുത്തു. അതിന് ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കും. തിളപ്പിച്ചാറിയ നാടൻ പാലുണ്ട്, അതുപോലെ തന്നെ പേരയ്ക്ക കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്, പഞ്ചസാരയുണ്ട്, അതുപോലെ തന്നെ 2 ഏലക്ക എടുത്തിട്ടുണ്ട്, തിളപ്പിച്ചാറിയ വെള്ളമുണ്ട്, 1 മുറി ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനിതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്. അടിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുടിച്ചാലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഏതാണ് ഇതിൽ ഏറ്റവും നല്ല ടേസ്റ്റ്? ഈ 2 ജ്യൂസിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ജാറ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 2 ജാറിലേക്ക് ഈ 4 പേരയ്ക്ക് 2 പകുതി നല്ല കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഞാൻ ഇടുകയാണ്, ഇതിലേക്ക് ഇടുകയാണ്. 2 ഇട്ടിട്ടുണ്ട്, ഏകദേശം പകുതിയായിട്ട്. അതിലേക്ക് 2ലേക്ക് ഇപ്പോൾ ഷുഗറൊക്കെ കുറയ്ക്കാം നമുക്ക്. പക്ഷേ ഇതിന് ഇത്തിരി മധുരം ഉണ്ടെങ്കിലും ഇത്തിരി മധുരം വേണം. അതുകൊണ്ട് തന്നെ 2ലേക്ക് സമമായിട്ട് തന്നെ ഷുഗർ ഇട്ടിട്ടുണ്ട്. അതുപോലെ 1ലേക്ക് തിളപ്പിച്ചാറിയ പാലിത ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല തിളപ്പിച്ചാറിയ വെള്ളമാണ്. കാരണം മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് പച്ചവെള്ളം ഡയറക്റ്റ് ഒഴിക്കാൻ പറ്റില്ല. ഈ തിളപ്പിച്ചാറിയ ഇതിലേക്ക് 1 മുറി ചെറുനാരങ്ങ ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ജ്യൂസ് അടിച്ച് റെഡിയാക്കി വന്നിട്ടുണ്ട്. പാലൊഴിച്ച ജ്യൂസാണ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പാലൊഴിച്ച ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. 1 ഗ്ലാസ് ജ്യൂസ് ഇവിടെ നല്ല ടേസ്റ്റിയാണ്. ഇതിൽ ഏലക്കയും ഇട്ടിട്ടുണ്ട് കേട്ടോ. റെഡിയായി വന്നിട്ടുണ്ട് ഈ ജ്യൂസ്. അതുപോലെ തന്നെ വെള്ളം ഒഴിച്ച ജ്യൂസും റെഡിയായി വന്നിട്ടുണ്ട്. 2 ജ്യൂസും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേതായിരിക്കും ടേസ്റ്റ് എന്നുള്ളത് പാലൊഴിച്ച ജ്യൂസിന് തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളത്. കാരണം ഇതും കുഴപ്പമില്ല. എന്താണെങ്കിലും ഇങ്ങനെ ഒരു ജ്യൂസ് ഈ മഴക്കാലത്തൊക്കെ ആക്കി കുട്ടികൾക്കും വലിയവർക്കൊക്കെ സെർവ് ചെയ്യുന്നത് നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തി ആയിരിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻസിൻ്റെ കലവറയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ.